സെബി, ഏതൊരു കമ്പനിയുടെയും ഗ്രോത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ സ്റ്റാഫ്, എംപ്ലോയീസ്. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഇതൊരു വളരെ റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയും കൂടാണ്. അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ്ങും അവരുടെ ഒരു ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് സെബി ചെയ്യുന്നത്? നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവാണ്, കാരണം ഒരു യന്ത്രങ്ങളൊന്നുമല്ല. ഷെല്ലിൽ നമ്മൾ മാക്സിമം പിന്നെ ഇപ്പോൾ പുതിയ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യം തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഡെവലപ്മെൻറ്റ്. അത് നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. കൂടാതെ നമ്മളുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന തുടങ്ങിയ സമയം മുതൽ ഇപ്പോഴുമുള്ള കുറേയധികം ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അതൊരു നല്ല ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ എംപ്ലോയീസിനെ മാക്സിമം കെയർ ചെയ്യാറുണ്ട്. ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉള്ള പ്രഷറും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാലും ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഒരു എംപ്ലോയി മീറ്റ് ആയാലും അതിൽ നമ്മൾ കംപ്ലീറ്റ് മാനേജ്മെന്റ് ആൾക്കാരും വിചാരണ ചെയ്യാൻ അവർക്കൊരു അവസരം കൊടുക്കാറുണ്ട്. അത് നമ്മളെല്ലാവരും സ്റ്റേജിലുണ്ടാവും. മാനേജ്മെന്റിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരെല്ലാം സ്റ്റേജിലുണ്ടാവും. അവർക്ക് എന്ത് ചോദിക്കാം ആ സമയത്ത്. അവർ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ അവർ ബാധിക്കുന്ന വേറെ എന്ത് കാര്യം അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ